ഭൂട്ടാൻ വാഹനക്കടത്തിൽ പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ ആഡംബര വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ്. നിസാൻ പെട്രോൾ കാറായിരുന്നു കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്ന് പിടിച്ചെടുത്തത്. വാഹനങ്ങൾ വിൽപ്പന നടത്തിയ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കോഴിക്കോട് റോഡ്വേ കാർഡ്സിന്റെ പങ്കാളിയായ സൈൻ മാർവ കസ്റ്റംസിന്റെ പിടിയിലായിരുന്നു. വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഗുഡ് മോർണിംഗ്. ഈ വാഹനക്കടത്ത് കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്, ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം, അല്ലേ? കെ.പി. രാഖി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കേരളത്തിലേക്ക് കടത്തിയ വാഹനങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു, കസ്റ്റംസ് വ്യാപിപ്പിച്ചിരുന്നു. നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് കടത്തിയ വാഹനങ്ങളിൽ ഇതിൻ്റെ ഈ ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായി കുറച്ചുനാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. നടൻ ദുൽഖർ സൽമാന്റെ ആഡംബര വാഹനങ്ങൾ അടക്കം പിടിച്ചിരുന്നു. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നും നിസാൻ പെട്രോൾ കാറാണ് പിടിച്ചെടുത്തത്. അങ്ങനെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് പോയിരുന്നു. അതിനിടയിലാണ് ദുൽഖർ സൽമാന്റെ അടക്കം ആഡംബര വാഹനങ്ങൾ കണ്ടെത്തിയത്. ഈ കാറ് രജിസ്റ്റർ ചെയ്തിരുന്നത് മറ്റൊരാളുടെ പേരിലാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉടമ ദുൽഖർ സൽമാൻ തന്നെ എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കാർ സ്വന്തമാക്കുന്നതിനായി ദുൽഖർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് രാജ്യത്തിലേക്ക് വാഹനങ്ങൾ കടത്തിയ അതിനെ തുടർന്നുണ്ടായ റെയ്ഡുകളിലൊക്കെ തന്നെയാണ് ഈ ദുൽഖർ സൽമാൻ്റെ വാഹനങ്ങളടക്കം പിടിച്ചെടുത്തത്. ഈ വാഹനക്കടത്തുകളുടെ മുഖ്യ സൂത്രധാരൻ ബിശ്വജിത് ദാസാണ് വാഹനങ്ങൾ കടത്തി എത്തിച്ചത്. ഡൽഹി കേന്ദ്രീകരിച്ച് കൂടുതൽ ഏജന്റുമാരിലേക്കൊക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഈ ദുൽഖറിനെ വാഹനം എത്തിച്ച സംഘങ്ങൾ, ഇടനിലക്കാർ എന്നിവരെയൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ്. എന്തായാലും ഈ ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ തുടർച്ചയായ അന്വേഷണത്തിൽ 1.5 കോടിയിലധികം വിലമതിക്കുന്ന 7 SUV-കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനക്കടത്തിൽ ഡൽഹിയും കോയമ്പത്തൂരും അടക്കമുള്ള നഗരത്തിലെ ഇടനിലക്കാർക്ക് പങ്കുണ്ട് എന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയും ഭൂട്ടാനും യോജിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ കസ്റ്റംസുകൾ തമ്മിൽ സഹകരിച്ച് തന്നെയാണ് ഈ ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്ന് പിടിച്ചെടുത്ത നിസാൻ്റെ പെട്രോൾ കാർ അടക്കം ഈ ദുൽഖർ സൽമാൻ്റെ പേരിലാണ് എന്ന കണ്ടെത്തൽ തന്നെയാണ് കസ്റ്റംസിനുള്ളത്. ഇത് മറ്റൊരാളുടെ പേരിലാണ് വാഹനമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉടമ നടൻ ദുൽഖർ സൽമാനാണ് എന്ന് തന്നെയാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. കെ.പി. നിഷ, എന്തായാലും നമ്മൾ രാവിലെ തൊട്ട് പറയുകയാണ്, രാവിലെ മിക്കയിടത്തും മഴയാണ് എന്നുള്ളത്. എന്തായാലും നിഷ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ മഴയില്ലാന്ന് തോന്നുന്നു, അല്ലേ? ഇവിടെ മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഴ, ഉച്ചതൊട്ട് ഒരു മൂടിയ അന്തരീക്ഷമായിരുന്നു, മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല, നല്ല കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യും കേട്ടോ. കാരണം മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുക, അല്ലേ? അതെ അതെ. പറ്റുവാർത്ത നോക്കാം, അല്ലേ? ഈ ഞായറാഴ്ചയെ കുറിച്ച് പറയുമ്പോഴേ കെ.പി. രാവിലെ പുതച്ചു മൂടി കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കും. പക്ഷേ ഈ കുടുംബങ്ങളൊക്കെ വീടുകളിൽ ഇരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പിന്നീടൊന്നും മഴ പെയ്യുമ്പോൾ കുട്ടികൾക്കടക്കം വലിയ ചടപ്പായിരിക്കും, അല്ലേ? ഒന്ന് പുറത്തിറങ്ങാൻ. അതെ, ഈ ഒരു അവർ ദിവസം പിന്നെ സ്കൂളുകളൊക്കെ തുറക്കാറായിരിക്കുന്നു. പിന്നെ പുസ്തകങ്ങൾ വാങ്ങണം, ബാഗുകൾ വാങ്ങണം. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം സൺഡേ ആയതുകൊണ്ട് അതിനുള്ള ഒരു ഇത് പ്ലാനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാണ് മഴ കനക്കുന്നതല്ലേ, ഇടിയും മിന്നും കാറ്റും ഒക്കെ ആയിട്ട്.